ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞുപോലെ. ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റ്. പരിശുദ്ധ മാതാവിനെ വാഗ്ദാന പേടകം എന്ന് നമ്മുടെ സഭ വിളിക്കാറുണ്ടല്ലേ? ചിന്തിക്കുക, അപ്പം നമ്മളോ? വചനത്തിലൂടെ നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിച്ചാലോ? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ വാഗ്ദാന പേടകം ഉണ്ടാക്കപ്പെട്ടു. വരാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിഴലായി അതിന്റെ ഉള്ളില് വചനം, കൽപ്പലകകൾ എഴുതിയ വചനം അതിൻ്റെ അകത്ത് സ്ഥാപിക്കപ്പെട്ടു. മരുഭൂമിയിൽ ലഭിച്ച മന്ന ഒരു സ്വർണ്ണ പേടകത്തിന്റെ അകത്താക്കി അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു. അഹ്റോന്റെ തളിർത്ത വടി പൗരോഹിത്യത്തിന്റെ സൂചനയായി അതിനുള്ളിൽ വെച്ചു. ഇതൊക്കെ വരാനിരിക്കുന്ന രക്ഷകന്റെ നിഴലാണെന്ന് അത് ഉണ്ടാക്കിയവർക്കോ എടുത്തുകൊണ്ട് നടന്നവർക്കോ നല്ലോണം പിടികിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കട്ടെ. നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. എന്നാൽ പുതിയ നിയമത്തിന്റെ വിശ്വാസികളായ നമുക്ക് അത് യേശുക്രിസ്തുവിന്റെ മുൻ ആസ്വാദനമായിരുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു എന്നതിനത് യാതൊരു തർക്കവുമില്ല. കാരണം അന്ന് കൽപ്പലകകളിൽ അവർക്ക് ലഭിച്ച വചനം ഇന്ന് ആ വചനം മാംസമായി യേശുവായി നമ്മുടെ ഇടയിൽ വസിച്ചു. അന്ന് മരുഭൂമിയിൽ അപ്പം ജീവൻ നിലനിർത്താൻ മന്നയായി അവർക്ക് ലഭിച്ചെങ്കിൽ നിത്യജീവന്റെ അടയാളമായി യേശുക്രിസ്തുവിന്റെ ശരീരം വിശുദ്ധ കുർബാനയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് നൽകിയ പൗരോഹിത്യത്തിന്റെ അധികാരം ആയിട്ട് അന്ന് ദൈവം അംഗീകരിച്ച അഹ്റോന്റെ തളിർത്ത വടി അവിടെ ഒരു സൂചനയായി വെച്ചുവെങ്കിൽ ഇന്ന് നിത്യപുരോഹിതനായ ക്രിസ്തു തന്റെ വചനത്തിലൂടെ നമ്മെ നോക്കി പറയുകയാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. അന്ന് പേടകത്തിലെ പൊൻകെരൂബുകൾ, തങ്കക്കെരൂബുകൾ, അതിനിടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അന്ന് അവർ ദർശിച്ചുവെങ്കിൽ ഇന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഈ മൺകൂടാരമായ ശരീരത്തെ, ഈ മൺമയമായ ശരീരത്തിനെ കാക്കാനായിട്ട് ദൈവം സ്വർണ്ണക്കെരൂബുകളെയല്ല, ജീവനുള്ള ദൈവം നമുക്ക് തൻ്റെ ദൂതന്മാരെ സംരക്ഷണത്തിനായിട്ട് തന്നിരിക്കുന്നു. സങ്കീർത്തനം 91:11 നമ്മൾ വായിക്കുന്നു അല്ലേ? എന്താണ് കൃപാസനം? വാഗ്ദാന പേടകത്തിന്റെ മൂടിയിൽ, അതിന്റെ പുറം മൂടിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ദൃശ്യമായ ആ ഒരു അടയാളമാക്കി 2 സ്വർണ്ണ കെരൂബുകളെ അവിടെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറഞ്ഞു. അതിന്റെ ഇടയിലേക്ക് മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം സ്ഥാപിക്കപ്പെട്ടു. അതിലേക്ക് ദൈവ മക്കളോട്, താൻ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തോട് സംസാരിക്കാനായിട്ട് യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ഇന്ന് വിശ്വാസിയായ, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസിയായ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കുന്ന ദൈവ സാന്നിധ്യം, അത് പരിശുദ്ധാത്മാവിലൂടെ, അവൻ്റെ വചനത്തിലൂടെ എൻ്റെ ഹൃദയത്തോട് അവൻ ഡയറക്റ്റ് ഇടപെടുക. പ്രിയരെ, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം അക്കേഷ്യ മരത്തിന്റെ തടി കൊണ്ട് ഉണ്ടാക്കി സ്വർണം പൊതിഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ദൈവം കൽപ്പിച്ചു. ദൈവ സാന്നിധ്യത്തിന്റെ ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ദൃശ്യരൂപം അവർക്ക് കണ്ണിൽ കാണാൻ വേണ്ടിയിട്ട്. പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ പരിശുദ്ധ മറിയത്തെ സഭ വാഗ്ദാന പേടകത്തോട് ഉപമിക്കുന്നു. കാരണം ഈ ദൈവ സാന്നിധ്യം കൽപ്പലകകളിൽ നൽകപ്പെട്ട വചനം മാംസമായി, വചനത്തിന്റെ ദൃശ്യ സാന്നിധ്യം മന്നയായി നൽകപ്പെട്ടവൻ നിത്യജീവന്റെ അപ്പമായി, പൗരോഹിത്യം നൽകപ്പെട്ടവൻ നിത്യപുരോഹിതനായി, മാംസമായി, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ആദ്യം വസിച്ചു. അക്കേഷ്യ മരത്തിന്റെ തടി കൊണ്ടുണ്ടാക്കിയ വാഗ്ദാന പേടകം ജീവനുള്ള മറിയത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവനുള്ള മനുഷ്യനായി, അല്ലെങ്കിൽ ജീവ സാന്നിധ്യമായി വാഗ്ദാന പേടകം. അതുകൊണ്ടാണ് സഭ അവളെ വാഗ്ദാന പേടകമെന്ന് ഉപമിച്ചത്. പരിശുദ്ധ മാതാവിനെ വാഗ്ദാന പേടകമെന്ന് ക്രിസ്തു വിശ്വാസിയായ നീ വിളിച്ചുവെങ്കിൽ പരിശുദ്ധ മറിയം നമ്മളെ നോക്കി ചിരിച്ചിട്ട് പറയും, അപ്പോൾ നിങ്ങളോ? വചനത്തിലൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പരിശുദ്ധ മാതാവ് പറയുന്നു, ഡു വാട്ട് എവർ ഹി ടെൽസ് യു. അവൻ പറയുന്നത് ചെയ്യുവിൻ. വാട്ട് എവർ, എന്ത് പറഞ്ഞാലും അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ പറയാത്തത് ചെയ്യരുതെന്നും കൂടെ അർത്ഥമുണ്ട് കേട്ടോ.
അങ്ങനെ ചെയ്താൽ കൃപാസനം തേടി നമ്മൾ വണ്ടി വിളിച്ച് പല ജില്ലകളിലേക്ക് ഓടേണ്ട കാര്യമില്ല. നമ്മിലേക്ക് നോക്കി വചനം പറയുന്നു, പരിശുദ്ധ മറിയം വാഗ്ദാന പേടകമെങ്കിൽ നിങ്ങളോ? നീ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലേ? കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, പങ്കുവച്ചിട്ടുള്ളതാണ്. അകവും പുറവും സ്വർണം കൊണ്ട് അക്കേഷ്യ മരത്തിന്റെ ആ പെട്ടിയെ അലങ്കരിച്ചുവെങ്കിൽ ഇന്ന് ഈ മൺകൂടാരത്തെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് തന്നെ പൊതിയാണ്. 2 കൊറിന്തോസ് 3:18 തങ്കം പൊതിഞ്ഞ കെരൂബുകൾ ജീവനുള്ള ദൈവത്തിന്റെ ദൂതന്മാരായെങ്കിൽ, ജീവനുള്ള ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം അറിയിച്ചുവെങ്കിൽ, നിന്നെ കാവൽ ചെയ്യാനായിട്ട് കാവൽ മാലാഖമാരുടെ സാന്നിധ്യം നിന്റെ ഉൾക്കണ്ണുകളാൽ നിനക്കൊന്ന് കാണാൻ പറ്റുന്നില്ലേ? സങ്കീർത്തനം 91 എത്രയോ പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളതാ. ഈ കൃപാസനം നിനക്ക് ഇനിയും കാണാൻ പറ്റുന്നില്ലേ? അവൻ ഇറങ്ങി വച്ച കൃപാസനം, മേഴ്സി സീറ്റ്, നിന്റെ ഹൃദയത്തിന്റെ സക്രാരിയാണ്. യേശുക്രിസ്തുവിന്റെ ശരീരം വിശുദ്ധ കുർബാനയായി ഇറങ്ങി വരുന്ന നമ്മുടെ ഹൃദയത്തിന്റെ സക്രാരി ആ കൃപാസനമാണ് എന്ന് ഇനിയും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ലേ? അഹ്റോന്റെ തളിർത്ത വടി നിത്യപുരോഹിതനായ ഈശോ വചനത്തിലൂടെ എന്നോടും നിന്നോടും പറയുകയാണ്, ദൈവമക്കളോട് പറയുകയാണ്, നീ ഇനി രാജകീയ പൗരോഹിത്യ ജനം, പുരോഹിത ജനം എന്നറിയപ്പെടുമെന്ന്. ഇനിയും കൃപാസനം തേടി നമ്മൾ ഇങ്ങനെ ജില്ലകൾ തോറും ഓടി നടക്കണോ? അതോ നമ്മിലെ കൃപാസനം തിരിച്ചറിയാനായിട്ട് കണ്ണുകൾ ധ്യാനപൂർവ്വം ഒന്ന് അടച്ച് കർത്താവിന്റെ വചനം ഒന്ന് ധ്യാനിക്കണോ? പ്രിയപ്പെട്ടവരെ, സത്യം അറിയുക, സത്യം നിന്നെ സ്വതന്ത്രമാക്കും. വചനമാണ് സത്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. നീയാകുന്ന കൃപാസനത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകട്ടെ നമ്മുടെ ജീവിതം. ഓടി നടന്ന് ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. നമുക്കൊരു ഉടമ്പടിയേ ഉള്ളൂ, സ്വർഗവുമായിട്ട് ചെയ്ത രക്തത്തിന്റെ ഉടമ്പടി. അവൻ പറഞ്ഞു, ഇത് നിങ്ങൾക്കായി ചെയ്യുന്ന പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ എൻ്റെ പാനപാത്രമാകുന്നു. സ്വർഗവുമായിട്ട് ചെയ്യുന്ന ഏക ഉടമ്പടിയായ ഈ വാഗ്ദാന പേടകത്തിൽ ആ രക്തം തളിച്ചുവെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ കൃപാസനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട് ഓടി ഓടി നടക്കുന്നത്? വഞ്ചിക്കപ്പെടല്ലേ. ദൈവം നമ്മെ നടത്തട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇത് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.